ഹലോ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് നമുക്ക് കറി വയ്ക്കാൻ ചക്ക കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് ചക്ക എരിശ്ശേരി എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ഒരു ചക്കയുടെ പകുതിയാണ് നമ്മുടെ ചക്ക എരിശ്ശേരി ഉണ്ടാക്കാനായിട്ട് എടുത്തുള്ളത്. അപ്പോൾ അതിൻ്റെ ചുളയും ചക്കക്കുരുവൊക്കെ വൃത്തിയാക്കിയിട്ട് ഒരു കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂണ് മുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. 3 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ ഇതൊരു അടച്ചു വെച്ചിട്ട് 3 വിസിൽ വരെ ഒന്ന് വേവിച്ചെടുക്കാം. ചക്ക വെന്ത് വരുമ്പോഴേക്കും നമുക്ക് അതിലേക്കുള്ള അരപ്പ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാൻ അരയ്ക്കാനായിട്ട് ഒരു 2 കപ്പിലധികം തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കൂടുതൽ തേങ്ങ ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ ചക്കയൊക്കെ കറിയൊക്കെ വയ്ക്കുമ്പോൾ കൂടുതൽ ടേസ്റ്റ് ഉണ്ടായിരിക്കുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 2 വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 8-10 ചെറിയ ഉള്ളിയും കൂടിയും ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു 2 പച്ചമുളകും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനത് അരയ്ക്കുന്ന ടൈമിൽ മറന്നു പോയതാണ്. പച്ചമുളകും കൂടി ആഡ് ചെയ്തിട്ട് ഒന്നുകൂടി അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചക്ക ഇനി വെന്ത് വന്നിട്ടുണ്ടോ നോക്കാം. ഒരു 3 വിസിൽ വന്നിട്ട് അത് പ്രഷർ കുക്കർ ഓഫ് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ പ്രഷറൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തുറന്ന് നോക്കി. അപ്പോൾ ഇനി ചക്കയും അതുപോലത്തെ ചക്കക്കുരുവൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. പിന്നെ ഇത് നല്ലപോലെ ഈ കയ്യിലുകൊണ്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. നല്ലപോലെ ഒന്ന് ഉടച്ചെടുത്ത ശേഷം നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങയുടെ അരപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്കിനി വെള്ളം കുറവാണെങ്കിൽ കുറച്ചുകൂടി വെള്ളം ഇതിലേക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇതൊന്നുകൂടി ഒന്ന് തിളപ്പിച്ചെടുക്കേണ്ടതുണ്ട്. ഈ സമയത്ത് നമ്മുടെ കറിയിൽ ഉപ്പ് ഉണ്ടോ നോക്കുക. ഉപ്പ് കുറവാണെങ്കിൽ ഒരിത്തിരി കൂടി ആഡ് ചെയ്യാം. പിന്നെ നമുക്ക് ഒന്നുകൂടി ഒന്ന് തിളപ്പിച്ചെടുക്കേണ്ടതുണ്ട്. ഇനി ഒരു ചട്ടി ചൂടാക്കിയിട്ട് അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണോളൊക്കെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. കൂടുതൽ വെളിച്ചെണ്ണ ഉണ്ടാകുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടായിരിക്കും കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു ടീസ്പൂണോളം കടുകിട്ട് പൊട്ടിച്ചെടുക്കാം. കടുകൊക്കെ പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഒരു 2 വറ്റൽമുളകും അതുപോലെ ഒരു 2 തണ്ട് കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഉള്ളി ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഉള്ളിയൊക്കെ നല്ലപോലെ ഒന്ന് മൂത്ത് വന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു 1/2 കപ്പോളം തേങ്ങ ചിരവിയത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ഈ ചക്ക എരിശ്ശേരിയിൽ നമ്മളിതുപോലെ തേങ്ങ വറുത്തിടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ചക്ക എരിശ്ശേരി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ ചക്ക കൂട്ടാനൊക്കെ വയ്ക്കുമ്പോൾ നമ്മളിതിൽ ഇതുപോലെ വറുത്തിടാറില്ല. അപ്പോൾ എല്ലാവരും ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദി. അടുത്ത വീഡിയോയിൽ പുതിയൊരു റെസിപ്പി ആയിട്ട് കാണാം.